ഹായ് കുട്ടീസ്. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി. അപ്പോൾ ഭയങ്കര നൊസ്റ്റു ഉള്ളൊരു ദിവസമാണല്ലേ ഇന്ന്. ശരിക്കും എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു ദിവസമാണ് കേട്ടോ. ഒരുപാട് നൊസ്റ്റു ഉള്ളൊരു ദിവസമാണ്. പണ്ട് പാപ്പൻ ചെറുതിൽ നീലം മുക്കി വെച്ച് കൃഷ്ണനാക്കിയത് മുതൽ കുഞ്ഞു പിള്ളേരെ ഒരുക്കി കൊടുക്കുന്ന ആ ഒരു സ്റ്റേജസ് വരെ ഒരുപാട് മെമ്മറീസ്. നമുക്ക് രാവിലെ തന്നെ ഒന്ന് അംഗനവാടിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്മുടെ അതിനുമോളുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അംഗനവാടിയിൽ പോകാറുണ്ടല്ലോ. അപ്പം അങ്ങനെ എല്ലാ മാസം പോകണം. അപ്പം അങ്ങനെ പോയി അംഗനവാടിയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ അതിനുമോൾക്ക് നെബിലൈസ് ചെയ്യാനായിട്ടാണ് ഇരുന്നത്. കാരണം ഉണർന്നിരിക്കുമ്പോൾ അവൾ ഒട്ടും സമ്മതിക്കില്ല. ഉറക്കി എങ്ങനെയൊക്കെ പാൽ കൊടുത്ത് ഉറക്കി എടുത്തിട്ടാണ് നെബിലൈസ് ചെയ്യാൻ കിടത്തുന്നത്. കിടപ്പൊക്കെ കണ്ടില്ലേ, ഭയങ്കര കിടപ്പാണ്. ഞങ്ങൾ വലിയ പോസിലൊക്കെ കിടക്കുള്ളൂ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഡോക്ടർ വരെ ഞെട്ടിപ്പോയ പോസാണത്. ആ മാസ്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നെബിലൈസ് ചെയ്യാനായിട്ട് അവൾ സമ്മതിക്കും. അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അതിനുശേഷം ചെറുതായിട്ടൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എനിക്ക് ഇടയ്ക്ക് തോന്നുമ്പോൾ ഞാൻ പായസം ഉണ്ടാക്കും. അപ്പോൾ 2-3 നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നേന്ത്രപ്പഴം വെച്ചിട്ടൊരു എന്തോ ഒരു പ്രഥമൻ ഉണ്ടാക്കുന്ന പോലെ. എങ്കിൽ പിന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നേന്ത്രപ്പഴവും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം പരീക്ഷിച്ചാൽ മതി. കറക്റ്റ് നമ്മൾ പരിപ്പ് പായസം ഉണ്ടാക്കുന്നത് പോലെ തന്നെ പരിപ്പിന് പകരം നേന്ത്രപ്പഴമാണ് ഇടുന്നത്. നേന്ത്രപ്പഴം വേണം കുനുകുന അരിഞ്ഞത്, പിന്നെ നമ്മളെ ശർക്കര ഇതാക്കിയതും, തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും, ഇത്രയും സാധനങ്ങൾ, നെയ്യും ഒക്കെയാണ്. പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അതിനുമോളെ കൃഷ്ണനാക്കി ഒഴുക്കാനുള്ള പെടാപ്പാടായിരുന്നു കേട്ടോ ഞാനും ചേട്ടനും. അനസ്തേഷ്യ കൊടുത്ത് മയക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് പാൽ കൊടുക്കുക, ഉറക്കുക, ഒരുക്കുക, ഇടയ്ക്കിടയ്ക്ക് പാൽ കൊടുക്കുക, ഉറക്കുക, ഒരുക്കുക. ഇതന്നെയായിരുന്നു ഞങ്ങളുടെ സ്റ്റെപ്പ്. എഴുന്നേക്കുമ്പോൾ അവൾ ആ പൊട്ടൊക്കെ മായ്ച്ചും കളയും. കഷ്ടപ്പെട്ട് ഒരുക്കിയെടുത്ത് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി 2-3 ഫോട്ടോസ് അറഞ്ചു പുറഞ്ചു. വയ്യാത്തത് കൊണ്ട് കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊന്നും മൈനുവിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഘോഷയാത്രക്ക് പോയില്ല. ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിലാവുമ്പോൾ ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരുപാട് ശാഖകളും അങ്ങനെയൊക്കെ വരുന്നതൊക്കെ കാണാം. അപ്പോൾ രസമാണ്. അപ്പോൾ ഒരു മെമ്മറിയും കൂടിയാണല്ലോ. പിന്നെ തനുവിന് വയ്യാത്തത് കൊണ്ട് വീട്ടിലേക്ക് പോകണമെന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും മൈനും തനുവും കൂടെ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, അയിനുവിൻ്റെ പാട്ടുകളാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യുണ്ടാക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേയിരിക്കണം. എന്നാ മിണ്ടാണ്ടിരുന്നോളൂ. ആര് പറഞ്ഞു ഞാനാ നിങ്ങളെ കാത്തു നിന്നോടൊപ്പം കൂടാൻ, ആർക്കാണിഷ്ടം, ആർക്കാണിഷ്ടം. മതിയോ? അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ചെറിയൊരു ചായക്കടയിൽ കയറിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ വഴിയിലൊക്കെ ഫുള്ള് ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിൻ്റെ പ്രിപ്പറേഷൻസ് ആയിരുന്നു കേട്ടോ. റോഡ് ഫുള്ള് ഓരോ എന്താ പറയുക കൊടികൾ, ഓറഞ്ച് കൊടികളൊക്കെ ഞാട്ടി വെച്ച് നല്ല രസമായിരുന്നു. കണ്ടാ വല്യമ്മനെ കണ്ടാ മോവല്ലേ? ചെണ്ടകൊട്ടും ഒച്ചയും ബഹളമൊക്കെ അതിനുമോള് ശരിക്കും പേടിക്കുന്ന കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ അതെൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിട്ടാ. ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. വഴിയിലേക്ക് മൊത്തം വെള്ളം കയറാം. ഞങ്ങൾ രണ്ടാളും വെള്ളം നീന്തി വരികയാണ്. ലൈനുട്ടാ കൊട്ടിഷ്ടായ അയ്യോനി, കൊട്ടിഷ്ടായ കൊട്ടും പരിപാടിയൊക്കെ കണ്ട് കഴിഞ്ഞ് അതിനുമോൾ വന്ന് കിടന്ന് ഉറങ്ങി. പിന്നെ അതിനുമോളുടെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. അതായത് കൃഷ്ണനാക്കി ഒരുക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തി വിശേഷങ്ങൾ. നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. ഞങ്ങളുടെ വീഡിയോയും ഞങ്ങളുടെ ഫാമിലിയും ഞങ്ങളുടെ അതിനുമോളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.